കലോത്സവം എത്തിയതോടെ കണ്ണൂരിൽ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. പക്ഷേ എത്ര വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിലും മാധവേട്ടൻ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എത്ര വലിയ ബ്ലോക്കും മാധവേട്ടന് മുന്നിൽ കീഴടങ്ങും. തലശ്ശേരിയിൽ നിന്ന് ഒന്നാം തരം ദം ബിരിയാണിയൊക്കെ കഴിച്ച് കണ്ണൂരിലേക്ക് വരുന്നതിനിടെയാണ് ടി വി മാധവൻ എന്ന ഹോം ഗാർഡിനെ ഞങ്ങൾ കാണുന്നത്. സ്ഥലം മേലെ ചൊവ്വ, എണ്ണിയാ തീരാത്ത വിധം വാഹനങ്ങൾ, എന്നിട്ടും ഒരിടത്തും ബ്ലോക്കില്ല. എല്ലാത്തിനും പിന്നിൽ ചവിട്ടുനാടകം കളിക്കുന്ന ഈ കാലുകളാണ്. ഓട്ടംതുള്ളൽ എന്ന് തോന്നിപ്പിക്കുന്ന ശരീരഭാഷ, പറഞ്ഞിട്ട് ഒട്ടും കേൾക്കാത്തവരുടെ മുന്നിൽ ഇത്തിരി കടന്ന അക്ഷരശ്ലോകവുമുണ്ട്. നമ്മൾ ചായച്ചു വേല ചെയ്യുമ്പോൾ ബ്ലോക്ക് വിടുമ്പോൾ മാധവാനെ വിളിക്കുമെന്ന് പറയാം. മാധവനെ വിളിച്ചാൽ ബ്ലോക്ക് ഉണ്ടാവില്ല. പൊതുവെ തിരക്കേറിയതാണ് കണ്ണൂർ തലശ്ശേരി റോഡ്. കലോത്സവം തുടങ്ങിയതോടെ തിരക്കോട് തിരക്കായി. കലോത്സവം നിറയെ കുട്ടികൾ വരുന്നുണ്ട് എല്ലാ സ്ഥലത്തുനിന്നും. അപ്പോൾ അവരെ ഒരു സെക്കൻഡ് ലേറ്റ് ആവാതെ അവരെ ഏത് പോയിന്റിലാണ് എത്തിക്കേണ്ടത് അതിന്റെ ഡ്യൂട്ടിയാണ് അവർ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ബ്ലോക്ക് ക്ലിയർ ചെയ്യുന്നു. ഞങ്ങളോട് സംസാരിക്കുമ്പോഴും മാധവേട്ടന്റെ കണ്ണും കൽബും ഒക്കെ റോഡിലാണ്. കരസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന മാധവേട്ടൻ 8 വർഷം മുൻപാണ് ഹോംഗാർഡായി കണ്ണൂരിലെത്തുന്നത്. റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് മാധവേട്ടനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. കലോത്സവമൊക്കെയല്ലേ, ഒരു പാട്ടുകൂടി ആയാലോ എന്ന് ചോദിച്ചു തീർന്നില്ല. സംഗതി റെഡി. വരികളൊന്നും അറിയില്ലെന്ന് ഒരു മുൻകൂർ ജാമ്യം മാത്രം. എന്റെ കണ്ണിലേരുന്നിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ പാട്ടു കേൾക്കുന്ന മുല്ലമൊട്ടു പോലെ, അത്തറൊന്നു വേണ്ടേ സുൽത്താൻ, അത്തറൊന്നു വേണ്ടേ. കത്തുന്ന വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. കലോത്സവത്തിനെത്തുന്ന ഒരാൾ പോലും ട്രാഫിക്കിൽ കുടുങ്ങരുത്, അത്രയുള്ളൂ മാധവേട്ടന്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ കെ ആർ മുകുന്ദനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.